വളരെയധികം സന്തോഷം നൽകുന്നതും ഒപ്പം ഇന്ത്യൻ സൈനികരുടെ കരുത്ത് വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ചരിത്രപരമായ ഒരു സംഭവം തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ചരിത്രത്തിൽ ആദ്യമായി നടന്നിരിക്കുന്ന ഒരു സംഭവം. ഇന്ത്യൻ വ്യോമസേനയുടെ C-130J യുദ്ധവിമാനം അത് കാർഗിലിലെ എയർ സ്ട്രിപ്പിൽ കഴിഞ്ഞ ദിവസം രാത്രി പറന്നിറങ്ങിയ ഒരു വിവരമാണ് ഇന്ത്യൻ വ്യോമസേന പങ്കുവച്ചിരിക്കുന്നത്. വ്യോമസേന തന്നെയാണ് അതീവ ദുഷ്കരമായ ലാൻഡിംഗ് വിജയകരമായി നടത്തിയ വിവരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും ഇതിനോടൊപ്പം തന്നെ സേന പങ്കുവച്ചിട്ടുണ്ട്. ഗരുഡ് കമാൻഡോ ഫോഴ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു എയർ സ്ട്രിപ്പിലെ ഈ രാത്രി ലാൻഡിംഗ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതാദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ C-130J വിമാനം കാർഗിലിലെ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിയിരിക്കുന്നുവെന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന കുറിച്ചിരിക്കുന്നത്. ലാൻഡിങ്ങിനെ പറ്റിയുള്ള എന്തിനാണ് ഈ ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്, എന്താണ് ഉദ്ദേശം, അങ്ങനെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ വ്യോമസേന പുറത്തു വിട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം നവംബറിൽ വ്യോമസേനയുടെ C-130J-30 സൂപ്പർ ഹെർക്കുലീസ് വിമാനം ഉത്തരാഖണ്ഡിലെ ഏറ്റവും ദുർഘടം പിടിച്ച എയർ സ്ട്രിപ്പിൽ വളരെ വിജയകരമായി തന്നെ ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് തന്നെയായിരുന്നു പറയേണ്ടത്. അങ്ങനെയുള്ള ഹെർക്കൂലിയൻ ടാസ്കുകൾ ചെയ്തുകൊണ്ട് തന്നെയാണ് വ്യോമസേന ഇന്ത്യയുടെ ഖ്യാതി അത് ലോകത്താകമാനം എത്തിക്കുന്ന രീതിയിലേക്ക് വിളിച്ചോതുന്നത്. സൈനിക ആവശ്യത്തിനുള്ള സാമഗ്രികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിമാനം തന്നെയാണിത്. സിൽക്യാരയിൽ നിർമ്മാണത്തിലിരിക്കെ തുരങ്കം തകർന്ന് നിരവധി ആളുകൾ കുടുങ്ങിയിരുന്നു. അതിൽ തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങളായിരുന്നു ഈ വിമാനം അന്ന് കൊണ്ടിറക്കിയത്. കലാപം നടക്കുകയായിരുന്ന സുഡാനിൽ നിന്നും കഴിഞ്ഞ വർഷം 121 പേരെ ഇന്ത്യയിലെത്തിക്കാനുള്ള ദൗത്യവും ഈ വിമാനം തന്നെയാണ് നിർവഹിച്ചത്. പൈലറ്റുമാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന എയർ സ്ട്രിപ്പ് ഒന്ന് തന്നെയാണ് കാർഗിൽ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2676 മീറ്റർ ഉയരത്തിലാണ് ഈ എയർ സ്ട്രിപ്പ് സ്ഥിതി ചെയ്യുന്നത്. കാർഗിലിലെ കാലാവസ്ഥയും വിമാനങ്ങളുടെ ലാൻഡിങ്ങിനെ വളരെ ദുഷ്കരമാക്കുന്നുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് പ്രത്യേകിച്ച് രാത്രി കാലത്ത് ഇങ്ങനെ ഒരു ലാൻഡിംഗ് അതും പ്രാപ്തമാക്കിയിരിക്കുന്നത്. അത്യധികം വൈദഗ്ധ്യമുള്ള പൈലറ്റുമാർക്ക് പോലും ഇവിടെ വിമാനം ലാൻഡ് ചെയ്യിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു ടാസ്ക്കായി തന്നെയാണ് നോക്കിക്കാണുന്നത്. അപ്പോഴാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ചൂണക്കുട്ടികൾ C-130J യുദ്ധവിമാനം ഇരുട്ടിൻ്റെ മറവിൽ കാർഗിലിൽ എത്തിച്ചിരിക്കുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ C-130 ഹെർക്കുലീസ് വിമാനത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ലോക്ഹീഡ് മാർട്ടിൻ്റെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനമെന്ന് പറയുന്നത്. 4 എഞ്ചിനുകളുള്ള ടർബോ പ്രൊപ്പ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള C-130J മുൻഗാമി അപേക്ഷിച്ച് വളരെ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു വിമാനം തന്നെയാണ്. 2 പൈലറ്റുമാർക്കടക്കം 3 പേർക്കാണ് ഇതിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. 19,051 കിലോഗ്രാം ചരക്ക് വഹിക്കാനും ഈ വിമാനത്തിന് കഴിയും. പരമാവധി വേഗത എന്ന് പറയുന്നത് 644 കിലോമീറ്ററും. പരമാവധി ഭാരം വഹിച്ചുകൊണ്ട് ഒറ്റ പറക്കലിൽ 3300 കിലോമീറ്റർ ദൂരം വരെ ഇതിന് താണ്ടാനായി സാധിക്കും.